അത് കാഫിർ സ്ക്രീൻഷോട്ടും കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വൈകുന്നേരം എന്നെ ചാനലിൽ വിളിച്ചിട്ട് പറയാം, അല്ല കാഫിറിന് വോട്ട് ചെയ്യണ്ടെന്ന് നിങ്ങളെ ആൾക്കാർ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതല്ലേ പണി, ഇവിടെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരുന്നിടത്ത് പിന്നെ ജാതിയും മതവും നോക്കലാണല്ലോ ഞങ്ങളുടെ പണി. ആ പണി നമുക്കില്ല, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുമില്ല. നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ പോസ്റ്റ്, ഹൗ എന്തൊരു വർഗീയത ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ക്ലാസ്. എന്നിട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയത് റെഡ് വളണ്ടിയേഴ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന്. പിന്നെന്താ ഗ്രൂപ്പിന്റെ പേര്? റെഡ് ആർമി. എന്നിട്ട് ഇപ്പൊ അവസാനം അത് അന്വേഷണം ചെന്ന് നിൽക്കുന്ന എവിടെ അറിയോ? DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അടുക്കെ. അവനാണ് ഈ സാധനം ആദ്യം പുറത്തേക്ക് വിട്ടത്. എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ ഓൻ സഹകരിക്കുന്നില്ല എന്ന് പോലീസിനോട്. എവിടുന്നാ കിട്ടിയെന്ന് ഓൻ പറയുന്നില്ല എന്ന്. നമ്മൾ ആരും ഉണ്ടാക്കിയതാണെങ്കിൽ ഓൻ പറയാതിരിക്കുവോ? അപ്പൊ ഇത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം, ഇനി ഒരാഴ്ച ഏത് ദിവസവും ഇതുപോലത്തെ ഏതെങ്കിലും നുണയും കൊണ്ട് അവർ വരും. അത് ചിലപ്പോൾ വാട്സപ്പിൽ തരും, ചിലപ്പോൾ വീട്ടിൽ വരും. എവിടെ വന്നാലും മറുപടി ഇതന്നെ, മോനെ ആ പണി ഇവിടെ നടക്കൂല എന്നുള്ളത് തന്നെയാണ് നിലമ്പൂർക്കാർ കൊടുക്കേണ്ട മറുപടി. അത് ജാഗ്രതയോടെ നോക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുക.